ഹലോ എവ്രിവൺ. ഒരു ഭയങ്കര വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ആപ്പിൾ ട്രീയിൽ ആദ്യമായിട്ട് പൂ വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്ക്, ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണിത്. ലാസ്റ്റ് ഇയറിൽ ഉണ്ടായില്ല, ഈ വർഷം എന്തായാലും പൂ വന്നിട്ടുണ്ട്. അപ്പം സോ എക്സൈറ്റഡ് ആൻഡ് വെയിറ്റിംഗ്. അപ്പം എൻ്റെ പഴം വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചേ ഉള്ളൂ, കുറച്ചുള്ളെങ്കിലും വെരി ഹാപ്പി. ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ആദ്യം ഒരു പിങ്ക് കളറിലെ പൂവാണ് കേട്ടോ. ഒരു 5 പെറ്റൽസൊക്കെ ഉള്ളൂ, പക്ഷേ ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് ഇയറിലൊന്നും ഉണ്ടായില്ല. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ അത് 3ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വെച്ചു, 2ാമത്തെ വർഷം നമ്മളിതെല്ലാം പ്രൂൺ ചെയ്ത് ഇതിൻ്റെ എന്താ പറയുക, സ്റ്റെംസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ടിയാക്കി. ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വരുന്ന ഇതൊക്കെ നമ്മളെടുത്ത് കളയണം കേട്ടോ, അതൊന്നും വെച്ചേക്കല്ലേ. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തു. എന്നാലും ഇവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയണം. ഇതിനകത്ത് എക്സസ് എന്താ പറയുക, ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് കളയണം. ഇതിൻ്റെ എന്താ പറയുക, ഫ്രൂട്ട് വരുമ്പോൾ നമ്മളിതിൻ്റെ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കളഞ്ഞാൽ നല്ല വലിപ്പമുള്ള ആപ്പിൾസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുക. ഇത് ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് എനിക്ക് അധികം ഒരുപാടൊന്നും എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ, നല്ല അടിപൊളി ലുക്കുള്ള ഫ്ലവേഴ്സാണ്. എനിക്കൊന്ന് ഒരു നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേന് നിറച്ച് പൂ വരുന്നുണ്ടാവും. ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഫ്ലവേഴ്സാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഗാല ആപ്പിൾസിൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ അതിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ഒരു പൂ പോലും ഇല്ല. ചിലപ്പം അടുത്ത വർഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ നമ്മൾ എയർ ലെയറിങ്ങിന് വെച്ചിരിക്കുന്നതാണ്. കാരണം ആളുകൾക്ക് ഇതിൽ നിന്നാണ് ഞാൻ കൂടുതലും പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് ഈ എയർ ലെയറിങ്ങിൻ്റെ കപ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് അതിനകത്തേക്ക് നമ്മൾ മണ്ണ് ഇട്ടിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റിൽ ഇടാം. 2-3 വർഷം കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല അടിപൊളി ഇനത്തിലുള്ള നല്ല ഓർഗാനിക് ആപ്പിൾ നിങ്ങൾക്ക് കിട്ടുമേ. പിന്നെ ഇതിനകത്തൊരു ചെറിയ ഇങ്ങനെ റിങ്കിൾസ് വരുന്നുണ്ട്. അതിന് ഞാനിപ്പം സൾഫർ അടിക്കാൻ പോവുകയാണ്. So, thank you for watching my video. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു. See you then.